ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിനെ വേട്ടയാടി കളയാം, അങ്ങ് വിചാരണ ചെയ്ത് കളയാം, എല്ലാ രീതിയിലും ആം ആദ്മിയെ നശിപ്പിക്കാം എന്ന് വിചാരിക്കുന്നവർക്ക് കൃത്യമായ മറുപടി കോൺഗ്രസ്സാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി എന്ന് ആം ആദ്മി പാർട്ടി വന്നോ അന്നു മുതൽ ആം ആദ്മി പാർട്ടിയുടെ എല്ലാ രീതിയിലുള്ള സംരക്ഷണ ഉത്തരവാദിത്തം കൂടി കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നോക്കൂ, ഗുജറാത്തിലും പഞ്ചാബിലുമൊക്കെ ആം ആദ്മി കൃത്യമായും കോൺഗ്രസിൻ്റെ വോട്ടുകൾ വിഴുങ്ങി കോൺഗ്രസിനെ ദുർബലപ്പെടുത്താനാണ് ശ്രമിച്ചത്. ഡൽഹിയിലും അതേ രാഷ്ട്രീയം തന്നെയാണ് കളിച്ചത്. 2013 ഷീലാ ദീക്ഷിത്തിനെ താഴെ ഇറക്കാൻ വേണ്ടി കെജ്രിവാൾ നടത്തിയ കളികൾ എല്ലാവർക്കും അറിയാം. എന്നിട്ടും കോൺഗ്രസ് എന്തുകൊണ്ട് ഫാസിസത്തിനെതിരെ ആം ആദ്മി പാർട്ടിക്കൊപ്പം നിലനിൽക്കുന്നു? അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മഹത്വം എന്ന് തന്നെ പറയേണ്ടി വരും. ആം ആദ്മി പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കൃത്യമായി തന്നെ കോൺഗ്രസ്സിനറിയാം. ആം ആദ്മി പാർട്ടിയുടെ നേതാക്കളായ സൗരഭ് ഭരദ്വജും അതുപോലെ തന്നെ ആദിഷിയും ഒക്കെ എന്തുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ വില അറിയുന്നത് എന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അങ്ങനെ ഒരു പാർട്ടിയെയും മുച്ചൂടം മുടിക്കാനോ അവരെ തകർക്കാനോ വേണ്ടി തീവ്രമായി ശ്രമിച്ചിട്ടില്ല. അവർ എല്ലാവരെയും ഒരുപോലെ പ്രതിയോഗികൾ എന്ന ടാഗ് ലൈൻ ആർക്കും ചാർത്തി കൊടുത്തിട്ടുമില്ല. ജനാധിപത്യ തെരഞ്ഞെടുപ്പിലൂടെ എതിർ പാർട്ടികളെ തോൽപ്പിക്കാറുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരിക്കലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എതിരാളികൾ ഇവിടെ വേണ്ട, അല്ലെങ്കിൽ BJP മുക്തം എന്നൊന്നും പ്രഖ്യാപിക്കാൻ ശ്രമിച്ചിട്ടില്ല. BJP മാത്രമാണ് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന മുദ്രാവാക്യവുമായി നാട് നീളെ നടക്കുന്നത്. കോൺഗ്രസ്സിന് അത്തരത്തിൽ എതിരാളികളോട് ഈ തരത്തിലുള്ള വാഗ്വാദമോ ഈ തരത്തിലുള്ള രീതിയോ അല്ല നടത്തിയിട്ടുള്ളത്. അത് നെഹ്റുവിൻ്റെ കാലം മുതലേ തന്നെ അവലംബിച്ച യാഥാർത്ഥ്യം തന്നെയാണ്. ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളുണ്ട്, മാനിഫെസ്റ്റോയുണ്ട്. ആ മാനിഫെസ്റ്റോയെ ഒരിക്കലും BJPക്ക് അംഗീകരിക്കാനോ BJPക്ക് മനസ്സിലാക്കാനോ കഴിയില്ല. അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള, ഈ രാജ്യത്തുള്ള 140 കോടി ജനങ്ങൾക്കുള്ള കൃത്യമായിട്ടുള്ള ഒരു സന്ദേശമാണ്. ആ സന്ദേശത്തിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ നടപ്പിലാകും, പ്രാവർത്തികമാകും. വെറും പൊള്ളയായി നരേന്ദ്രമോദി 2014 പറഞ്ഞതുപോലെ കള്ളപ്പണം കൊണ്ടുവന്ന് എല്ലാ ഇന്ത്യക്കാരൻ്റെയും ബാങ്ക് അക്കൗണ്ടിൽ 15 ലക്ഷം രൂപ വീതം നിക്ഷേപിക്കുമെന്ന തട്ടിപ്പ് വാഗ്ദാനമല്ല. അതുപോലെയുള്ള ഈ ഫേക്ക് ഗ്യാരണ്ടിയുമായി രാഹുൽ ഗാന്ധി ഒരിക്കലും മുന്നോട്ട് പോവുകയില്ല. രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്ന ഗ്യാരണ്ടി എന്നത് ഇന്ത്യയെ സംരക്ഷിക്കൽ, ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കൽ, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു പോറൽ പോലും ഏൽക്കാതിരിക്കൽ, ഇതൊക്കെയാണ്. അതൊന്നും കൃത്യമായി ഫാസിസം മാത്രം പറഞ്ഞു നടക്കുന്നവർക്ക് മനസ്സിലാവുകയില്ല.